നമുക്കാണെങ്കിൽ വില്ലേജർ ബ്രീഡറൊക്കെ പെട്ടെന്ന് സെറ്റാക്കണം എന്നുണ്ട്. കാര്യം നമ്മിപ്പോൾ അത്ര ഒ പി ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ഒ പി ആവണം. അതിന് വേണ്ടിയിട്ട് എന്തായാലും നമുക്കൊരു വില്ലേജർ ബ്രീഡർ വേണം. പക്ഷെ അത് പണിയാനുള്ള ഐറ്റംസ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഓൾറെഡി 2 ഫാർമൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് നമ്മളെ കയ്യിലുണ്ടായ ഒട്ടുമിക്ക റിസോഴ്സും തീർന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇന്നൊരു ലാവ പൂള് കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ നമുക്കൊരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. എന്നിട്ട് അത്യാവശ്യം സ്റ്റോണൊക്കെ നമുക്ക് മൈൻ ചെയ്തിട്ട് നമുക്കൊരു വലിയ ട്രേഡിംഗ് ഹാളും അതുപോലെ തന്നെ ഈ ബ്രീഡറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാനാണെങ്കിൽ 2 ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എക്സ്പ്ലോറിങ്ങിന് പോവാം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ആയിട്ട് ലാവ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് വരാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും 2 ആക്കണ്ട, ഒരു 4 തന്നെ ആക്കാം. നമുക്കിനി ഒരു 2 കൂടി ഉണ്ടാക്കാം. അപ്പോൾ 4 ബക്കറ്റ് ലാവ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ ഞാൻ ചെറിയ റെവീൻ കണ്ട പോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടത് ഇവിടെ ആയിട്ട് ഒരു റെവീൻ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് നമുക്ക് ഉദ്ദേശിച്ച പോലെ ലാവ കിട്ടത്തില്ല. കാരണം ഇതാണെങ്കിലേ ചെറിയൊരു റെവീനാണ്. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ ഒരു സാധനം ഇവിടുന്ന് കിട്ടത്തില്ല. അതെന്താണ്? അതാ കാണുന്ന ഷിപ്രക്കല്ലേ? ഈ ഒരു വേൾഡിൽ നമുക്ക് ഷിപ്രക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കയറി നോക്കാം. എന്നാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി വെച്ച സാധനമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിൻ്റെ അകത്ത് പോവാം നമുക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ചെറിയ ചെസ്റ്റ് കാണുന്നുണ്ട്. പക്ഷേ നമുക്കതങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതെന്താണിത്? ഇത് ഭയങ്കര ദേഷ്യം പിടിക്കണ ഒരു പരിപാടിയാട്ടോ. നമുക്ക് എന്തായാലും ആ ഒരു വുഡ് കട്ട് ചെയ്യാണ്ട് അവിടെ നിന്ന് രക്ഷയില്ല. ഓക്കെ, അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനത് തുറന്നു നോക്കാം അതിൻ്റെ അകത്ത് എന്താണെന്ന്. ഓക്കെ, എനിക്കിത് കണ്ടിട്ട് തോന്നുന്നു ഞാൻ ഇവിടെ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെയും ചെസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി വേറെ എവിടെയെങ്കിലും ചെസ്റ്റ് ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇവിടെ എവിടെയായിട്ട് ഒരു ചെസ്റ്റും കൂടി ആവണം. അതാ ഞാൻ കണ്ടു. ഇത് ഇവിടെ ആയിട്ട് ഒരു ചെസ്റ്റും കൂടി ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് അത്യാവശ്യം ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടെംപ്ലേറ്റ് അങ്ങനത്തെ എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിലേ അതിന്ന് ഒരു ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കരയിൽ പോയിട്ട് ആ ട്രഷർ മാപ്പ് ഒന്ന് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും അടുത്താണെങ്കിൽ നമുക്കതൊന്ന് നോക്കിയിട്ട് വരാമല്ലോ. അപ്പം ഞാൻ ഈ ഒരു ട്രഷർ മാപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഈ ഒരു ട്രഷർ നമ്മൾ അടുത്ത് തന്നെ ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു കരേൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ട്രഷർ വരുന്നതെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ നടുക്കടലിലായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നമ്മൾ അടുത്താണ് ട്രഷർ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രഷർ നോക്കാം. ഞാൻ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ കറക്റ്റ് ലൊക്കേഷനിലാണ് നമ്മളെ ട്രഷർ ഉള്ളത്. എന്തായാലും ശവലൊക്കെ എടുത്തിട്ട് വന്നത് നന്നായി. നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുഴിച്ചു നോക്കാം ഈ ഒരു ഭാഗമൊക്കെ. ഈ ഒരു സൈഡ് എവിടെയോ ആയിട്ടാണ് ട്രഷറൊക്കെ ഉള്ളത്. എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിഞ്ഞൂടെ. എന്തായാലും ഈ ഒരു ഭാഗത്താണ് നമ്മളെ ട്രഷറൊക്കെ കാണിക്കുന്നത്. എക്സാക്റ്റ് ഈ ഒരു ഭാഗത്താണ് കാണിക്കുന്നുള്ളത്. നമുക്കിങ്ങനെ താഴേക്ക് കുഴിച്ചു പോവാം. അയ്യോ, നമുക്ക് ഈ ഒരു ഓക്സിജൻ്റെ പ്രശ്നം അത്യാവശ്യം നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. നമുക്കങ്ങനെ മൈൻ ചെയ്യാൻ പറ്റണില്ല. എന്തായാലും രാത്രി ആവാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് ഈ ചുറ്റിനായിട്ട് മൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയായിട്ട് കിട്ടത്തില്ല. ബൈ ദ വേ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഓക്കെ 2 ഡയമണ്ട്. നമ്മൾ ഈ ഒരു വേൾഡിലത്തെ ആദ്യത്തെ ഡയമണ്ട് കാര്യങ്ങളൊക്കെയാണ്. അത് ആർട്ട് ഓഫ് ദ സീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചാവും. അയ്യോ രക്ഷപ്പെട്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ കുറേ അടിയിലേക്ക് അങ്ങ് മൈൻ ചെയ്ത് പോയി. നമ്മൾ അടുത്തുണ്ടായിരുന്നു. ഞാൻ വെറുതെ റാൻഡായിട്ട് മൈൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സാധനം കിട്ടി. എന്തായാലും ഹാർട്ട് ഓഫ് ദ സീ ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. TNT നമുക്ക് കിട്ടി. ഇതൊക്കെ ഞാൻ എവിടെ കുത്തിക്കയറ്റാണാവോ. ഓക്കെ, എന്തായാലും നമ്മൾ വന്നത് എന്തായാലും ലെക്കായിട്ടുണ്ട്. നമുക്ക് മാപ്പും കിട്ടി, ഷിപ്രക്കുന്ന അത്യാവശ്യം ഐറ്റംസും കിട്ടി. എല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളായ ലാവേനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയാണ് ആ ഒരു വില്ലേജിൻ്റെ സൈഡ്. നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ തന്നെ പോയിട്ട് എക്സ്പ്ലോറൊക്കെ ചെയ്യാം. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനത്തെ റെവീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാവ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വില്ലേജിൻ്റെ ഐലൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വില്ലേജ്. നമ്മൾ വില്ലേജിൽ നിന്നും കുറച്ച് ദൂരെയാണ് പോകുന്നുള്ളത്. എന്തായാലും റാൻഡായിട്ട് നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ആയിട്ട് കണ്ടോ, ഇവിടെയെല്ലാം മൃഗങ്ങൾ ഭയങ്കര കുറവാണ്. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര റെയറായിട്ടാണ് മൃഗങ്ങളുള്ളത്. ഇത് കുറേ ഉണ്ടല്ലോ ദൈവമേ. സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല. ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ആ സാധനം കാണത്തില്ല. അതല്ലാത്ത സാധനങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു ഷീപ്പിനെ തേടിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഷീപ്പ് കിട്ടത്തേയില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടാവും അവിടെ. ഇതിപ്പോൾ ലാവേനെ തേടി പോകുന്ന സമയത്ത് ഷീപ്പും ഉണ്ട്, കവും ഉണ്ട്, എല്ലാ കിണ്ടിയും ഉണ്ട് ഇവിടെ.
ഓക്കെ, നമ്മ എത്തിയെത്തി ഇപ്പോൾ ഇത് വേറെ ഏതോ ഐലൻഡിലേക്ക് എത്താൻ പോകുമെന്നാണ് തോന്നുന്നുള്ളത്. ഇതുവരെ നമുക്കൊരു ലാവ പൂളും കിട്ടിയിട്ടില്ലല്ലോ. കിട്ടി, സാധനം കിട്ടി. ഞാനിത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ബ്ലോക്കിൽ അറിയാണ്ട് കയറി. ഈ ഒരു ബ്ലോക്കിൽ അറിയാണ്ട് കയറിയപ്പോൾ അവിടെ എന്തോ കത്തണ പോലെ കണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സാധനം കിട്ടി. എന്തായാലും ഇങ്ങോട്ട് വന്നതിനൊരു ഉപകാരമുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ലൊക്കേഷൻ നോക്കി വെക്കേണ്ടി വരും. ഓക്കെ, ഈ സാധനം ഭയങ്കര ഡേഞ്ചർ ആട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നി കളിക്കുമ്പോൾ നമുക്കിങ്ങനെ പേടിയാവും. എനിക്ക് പ്രത്യേകിച്ച് പേടിയാവും. എന്തോ ഭാഗ്യത്തിനാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തിരിച്ച് ബേസിൽ പോയിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. പക്ഷെ നമ്മളെ വില്ലേജ് എവിടെയാണ്? അയ്യോ, ഓക്കെ, ഈ സാധനം ഇവിടെയൊക്കെ സ്പോണാവോ? ഓക്കെ, എന്തായാലും നമ്മൾ വില്ലേജ് ഇവിടെ എവിടെയായിട്ടാണ് വരേണ്ടത്. ഞാൻ ഇങ്ങനെ വരേണ്ട വഴിക്ക് ഞാൻ അതിലേ ഇങ്ങനെ കറങ്ങിയിട്ട് അങ്ങനെ വന്ന്. എന്തായാലും ഇതിലെ സ്ട്രെയിറ്റ് പോയിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് ലാവ കിട്ടട്ടി. അങ്ങനെ ഞാൻ ബേസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലായിട്ടായിരിക്കണം നമ്മളെ ഈ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ വരേണ്ടത്. ഇവിടെ ഭാവിയിൽ നമുക്കൊരു പാത്തൊക്കെ ഉണ്ടാക്കണം. അതാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ. എന്തായാലും ഞാനൊരു കോബിൾ സ്റ്റോൺ ജനറേറ്ററിൻ്റെ ഒരു ചെറിയ ഡിസൈൻ നോക്കട്ടെ. എനിക്ക് മൈൻഡിൽ ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ പണിയണമെന്ന്. എന്തായാലും ഞാനൊരു ഡിസൈൻ നോക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഒരു ചെറിയ ട്യൂട്ടോറിയൽ നോക്കി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനവും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചധികം വുഡ് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് മാക്സിമം വുഡ് കളക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ ആയിട്ട് കുറച്ച് സ്പേസും ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ 4 ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹോപ്പറാണ്. അത് ഞാൻ ഉണ്ടാക്കാൻ മറന്നു. നമുക്ക് എന്തായാലും പോയിട്ട് ഒരു ഹോപ്പർ ഉണ്ടാക്കാം. 1 അല്ല 4 ഉണ്ടാക്കണം. അപ്പം നമുക്കില്ല ഈ ഒരു ഫാർമിലേക്ക് വേണ്ടിയിട്ട് കോബിൾ സ്റ്റോൺ യൂസ് ചെയ്യേണ്ട. അതായത് കോബിൾ സ്റ്റോൺ ഉരുക്കിയിട്ട് നമുക്ക് സ്റ്റോൺ ആക്കിയിട്ട് യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി കാണാൻ നല്ലത്. അപ്പം ഇതെന്തായാലും ഞാൻ ഫർണസിൽ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ ആയിട്ട് കിട്ടും ഇത്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ അയണിലൊക്കെ ഭയങ്കര പ്രശ്നം വരും. അപ്പം ആ ഒരു കോബിൾ സ്റ്റോൺ ഒക്കെ ഉരുക്കിയിട്ട് സ്റ്റോൺ ആവണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോഴേക്കും ഞാൻ അത്യാവശ്യം കോബിൾ സ്റ്റോൺ ഇവിടെ ഇരുന്ന് കളക്ട് ചെയ്യാണ്. നമുക്ക് അങ്ങനെ ടൈം ലാഭിക്കാം. അങ്ങനെ നമ്മൾ പിക്കാക്സിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു അയൺ കൊണ്ട് നമുക്കൊരു ഹോപ്പറും കൂടി ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു സാധനം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു അയൺ ഉരുക്കാൻ വെക്കാം. ഏകദേശം 42 സ്റ്റോൺ നമുക്ക് ഇപ്പോഴേക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 42 സ്റ്റോൺ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് മതിയാവും. എന്നാൽ പോലും നമ്മൾ കുറച്ചും കൂടി ഉരുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. എന്തായാലും ഉരുക്കി വരട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡേർട്ട് മാറ്റിയിട്ട് ഇവിടെ ആയിട്ട് ഹോപ്പർ വെക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഹോപ്പർ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റോൺ വെക്കണം. ഞാൻ മൊത്തത്തിൽ ഈ ഒരു ഫാർമ് സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോണും വെക്കണം. നമ്മളെ പിക്കാക്സ് ആണെങ്കിൽ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇനി മൊത്തത്തിൽ സ്റ്റോണിൻ്റെ സംഭവങ്ങളെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, കാരണം നമ്മളതിലുള്ള അയൺ മൊത്തത്തിൽ കാലിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റോൺ ജനറേറ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഒരു ചെറിയ സൈൻ ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഞാനൊരു 3 സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 നമുക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഈ ഒരു സാധനം ഇവിടെ വെക്കാം. എന്തായാലും ഇവിടെ ഇങ്ങനെ എഫ് നിന്നാൽ നമുക്ക് അത്യാവശ്യം ബിൽഡിനുള്ള സ്റ്റോണൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നിന്നിട്ട് കുറേ നേരം മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്ര കോബിൾ സ്റ്റോൺ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 1 വന്നിട്ടുണ്ട്, ഇവിടെയും 1 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഏകദേശം ഒരു 11 വന്നിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റാക്കും ഏകദേശം 3 സ്റ്റാക്കിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കിടിലാണ് നമ്മൾ ഈ ഒരു ഫാർം. നമ്മൾ അത്യാവശ്യം എഫ് നിന്ന് മൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.